ഷ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT ബാർ ശക്തവും വഴങ്ങുന്നതും. TMT ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ധാക്കയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ചെയർപേഴ്സൺ കൂടിയായ ഖാലിദ സിയ ബംഗ്ലാദേശിലെ ഏകാധിപതി സിയാവുർ റഹ്മാന്റെ ഭാര്യയാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു വനിതാ നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. 3 തവണ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് ഈ അന്തരിച്ച ഖാലിദ സിയ. ബംഗ്ലാദേശ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഒപ്പം എപ്പോഴായിരുന്നു മരണം? അശ്വതി, ഈ മരണം അല്പസമയം മുമ്പാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവംബർ 23 മുതൽ ഇവർ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. ലങ്സിനും അതുപോലെ തന്നെ ഹൃദയത്തിനും സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 80 വയസ്സായിരുന്ന ഇവരുടെ മരണം അല്പസമയം മുമ്പാണ് സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവർ. ആ ഒരു സാഹചര്യത്തിലാണ് മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ നിരവധി തവണ പ്രധാനമന്ത്രിയായും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷയുമായും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ബീഗം ഖാലിദ സിയ എന്ന് പറയുന്ന അവരുടെ പ്രൊഫൈലിൽ തന്നെ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും അതിനുശേഷം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു സാഹചര്യം ഇവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. നമുക്കറിയാവുന്നതാണ് ഷെയ്ഖ് ഹസീനയുടെ മുഖ്യ എതിരാളിയാണ് ഇവർ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിൽ ഷെയ്ഖ് ഹസീനയുടെ മുഖ്യ എതിരാളിയായിരുന്ന ബീഗം ഖാലിദ സിയ എന്ന് പറയുന്ന ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറുടെ തന്നെ മരണം സംഭവിച്ച രീതിയായി തന്നെ നമുക്കതിനെ കണക്കാക്കാനും സാധിക്കുന്നുണ്ട്. ഭാവിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക, അല്ലെങ്കിൽ ഫെബ്രുവരിയോടൊക്കെ കൂടി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിർണായകമായി മാറിയേക്കാവുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഇവർ. ബംഗ്ലാദേശിൻ്റെ മോചനത്തിന് ശേഷമാണ് ഇവർ ബംഗ്ലാദേശിലെത്തുകയും ബംഗ്ലാദേശിലെ ഒരു മുൻ മോചന പോരാളിയുടെ മകളൊക്കെ ആയിരുന്നു ഇവർ. എങ്കിൽ കൂടി ബംഗ്ലാദേശിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇവർ. നമുക്കറിയാവുന്നതാണ് ഇവർ ഇവരുടെ 1991 മുതലാണ് ഇവർ ശക്തമായി രാഷ്ട്രീയത്തിലെത്തുകയും അതിനുശേഷം തുടർന്ന് പലതവണ പ്രധാനമന്ത്രിയാവുകയും ഒക്കെ ചെയ്യുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പിലൂടെ തന്നെ പ്രധാനമന്ത്രിയാവുകയും ഈ അധികാരത്തിലെത്തുകയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇവരുടെ ജീവിത പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ ഒരു വിഷയമായി അവരുടെ മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ആകുലതയോടെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഖാലിദ സിയയുടെ മരണം ബംഗ്ലാദേശിലുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ കൂടിയാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കുള്ള സാധ്യത തുറന്നിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 80 വയസ്സിൽ ഇവരുടെ മരണം സംഭവിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മരണം ഏത് രീതിയിലാണോ നിലവിലെ ബംഗ്ലാദേശിൽ, അതായത് ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കൂടിയായതുകൊണ്ട് തന്നെ ഇവരുടെ മരണം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതാണ് ഐസൻ. നിലവിൽ ഇടക്കാല സർക്കാരിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണ്? രാജ്യത്ത് ദുഃഖാചരണം അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏത് രീതിയിലാണ് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇടക്കാല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കമുണ്ടായിട്ടുണ്ട്. ദുഃഖാചരണം പ്രഖ്യാപിക്കുക സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ദുഃഖാചരണം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റു നടപടികളെല്ലാം തന്നെ ഉണ്ടാകും. പക്ഷേ നമുക്കിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. തീർച്ചയായും വരും മണിക്കൂറുകൾ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഐസൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയയാണ് അന്തരിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരു വലിയ രാഷ്ട്രീയ ചലനത്തിന് സാധ്യതയുള്ള മരണമാണിത്. 80 വയസ്സിലായിരുന്നു മരണം. ധാക്കയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയ്ക്ക് കുരുക്കുമുറുകുന്നു. സ്ഥാപന ഉടമ സ്വാതിക് റഹീമുമായി ജയസൂര്യ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തും. സ്വാതിക്കുമായുള്ളത് സേവ് ബോക്സ് ബ്രാൻഡ് അംബാസിഡർ എന്ന ബന്ധം മാത്രമെന്നാണ് ജയസൂര്യയുടെ മൊഴി. ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ അറിയാമെന്ന് സരിത ജയസൂര്യ പറയുന്നു. ഇരുവരെയും ED വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഗുഡ് മോർണിംഗ്. ഈ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയ്ക്ക് എങ്ങനെയാണ് നിഷ കുരുക്ക് മുറുകുന്നത്? ഒപ്പം ഈ താരത്തിന്റെ